ഞാൻ ഈ അളന്നെടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം പണ്ട് എൻ്റെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു. അന്നൊക്കെ അവർ തരുന്ന നീളത്തിലും വീതിയിലും സ്കെയിലും പെൻസിലും ഉപയോഗിച്ചാണ് ഈ സാധനം വരയ്ക്കേണ്ടത്. വളരെ ചിട്ടോടെ വരയ്ക്കണം. ആരാണ് ഫസ്റ്റ് വരച്ച് തീർക്കുന്നത് അവരായിരിക്കും വിജയ്. പക്ഷേ അന്ന് ഞാൻ തോറ്റുപാടിയെങ്കിലും പിന്നെ എൻ്റെ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ എനിക്കിപ്പോൾ സ്കെയിലും വേണ്ട പെൻസിലും വേണ്ട, ഒരു പെന്ന് മാത്രം മതി എന്ന കണക്കിലായി. ഇനി ഇതൊരു ഇല്യൂഷൻ ആർട്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ വരച്ച് കഴിയുമ്പോൾ എന്തൊക്കെയോ രൂപങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ആൻഡ് ഇത് നമുക്കൊരു വോൾ ഡെക്കോറായിട്ട് വളരെ ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്തിട്ട് നമ്മുടെ വോളിൽ തൂക്കാവുന്നതാണ്. എൻ്റെ ഇതിന് മുമ്പത്തെ ഷോർട്സ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു സിമ്പിൾ ആർട്ട് വർക്കായിരുന്നു. പക്ഷേ നിങ്ങൾ തന്നൊരു സ്നേഹവും സപ്പോർട്ടും ഉണ്ടല്ലോ, ഒത്തിരി വലുതായിരുന്നു. ഒത്തിരി സബ്സ്ക്രൈബ്സ് കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു ഷോർട്സും കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി ഇതിങ്ങനെ വെറുതെ വരച്ചാൽ മാത്രം പോരെ, ഇതിൽ കളറൊക്കെ ചെയ്ത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പോലെ അതും കൂടെ ചെയ്യുന്നതാണ്. ഇനി ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു കോളത്തിൽ ഏത് ഡയറക്ഷനിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ അടുത്ത കോളത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതളിൻ്റെ ഷേപ്പ് കിട്ടും. അതല്ല, നമ്മൾ ഒരു കോളത്തിൽ വരയ്ക്കുന്നതിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെ അടുത്ത കോളത്തിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡിഫറെൻറ്റ് ഷേപ്പ് കിട്ടും. ആ ഷേപ്പ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കളർ ചെയ്ത് നല്ല ഭംഗിക്ക് വോളിൽ തൂക്കിയാൽ അതിലും അടിപൊളിയാവും. ഇനി പല കാര്യങ്ങളുടെ സ്ട്രെസ്ഡായി കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പെന്നും എടുത്ത് അങ്ങ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഇത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ശരിക്കും കിട്ടും. നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അതിലോട്ട് നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കാതെ ചെയ്ത് നോക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.